ഹലോ കൂട്ടുകാരെ, അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിന്ന് 2-3 സ്ഥലങ്ങളിൽ പോവാനുണ്ട്. പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള രാത്രിയിലേക്കുള്ള ഫുഡിന്റെ വിശേഷങ്ങൾ. നമുക്കിന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. അപ്പൊ നമ്മളെ തിരക്ക് പിടിച്ച് തന്ത്രപ്പാടും നമുക്കിന്ന് പോകാനുള്ള സ്ഥലങ്ങളും എന്തൊക്കെയാന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ വരുന്നത്, ലോങ് വീഡിയോ വരുന്നത് 3 മണിക്കും, ഷോർട്ട് വീഡിയോ വരുന്നത് 12 മണിക്കും, ഉച്ചയ്ക്ക് 12 മണിക്കും, വൈകുന്നേരം 7:30ക്കും 8 മണിക്കും ഇടയ്ക്കാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രകളും തിരക്കുകളും നമ്മുടെ ഫുഡും എന്തൊക്കെയാന്നൊക്കെ ഒന്ന് കണ്ടാലോ? വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് മോൾക്ക് കൊണ്ടുപോകാൻ, വലിയ ആൾക്ക് കൊണ്ടുപോകാനായിട്ട് റൈസ് ആയിരുന്നു. ചിക്കൻ ക്യൂബൊക്കെ ഇട്ടിട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് റൈസ്. അപ്പം അതാണ് ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം സമയം 10:30. ഞാൻ ലേറ്റ് ആയിട്ടാണ് കഴിക്കാറ്. പിന്നെ ചെറിയ മോള് ചെറിയ പഴവും ഏത്തപ്പഴം അങ്ങനെയൊക്കെ ആയിട്ടോ കൊണ്ടുപോകാറ്. മോൾക്ക് പഴമാണ് കൂടുതലിഷ്ടം, വലിയ ആൾക്ക് റൈസുമാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ആയിട്ട് ഇരുന്നോളുമല്ലോ. അപ്പം പിന്നെ നമുക്ക് പണികളൊക്കെ ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പം ഞാൻ ആദ്യം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് പണികളൊക്കെ അങ്ങനെ കുറച്ച് പെൻഡിങ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പണികളൊക്കെ ചെയ്ത് കുറേശ്ശെ ഒതുക്കണം. പിന്നെ കുറച്ച് അലക്കാനും അങ്ങനെ കുറച്ച് പെൻഡിങ്ങുകൾ 2 ദിവസമായിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അലക്കി തീർക്കണം. അപ്പം ഇന്ന് കുറേ ജോലികളുണ്ട്, കുറേ തിരക്കുകളുണ്ട്. അപ്പം നമുക്കിന്നത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ആദ്യം പാത്രം കഴുകി വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം. എല്ലാം ചെയ്ത് തീർത്താലേ, പെൻഡിങ് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി അതിൻ്റെ സ്റ്റാൻഡിൽ എടുത്ത് വെക്കട്ടെ. എന്നിട്ട് പിന്നെ നമ്മുടെ കറികളുടെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഇപ്പം ഞാൻ പാത്രമൊക്കെ ഏകദേശം കഴുകി കഴിയാനായി. പിന്നെ നമുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ. 2-3 കാര്യങ്ങളുണ്ട്, നമുക്കിന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പം അതെല്ലാം ചെയ്യണം. ഇപ്പം പണികൾ പെൻഡിങ്ങുകളെല്ലാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കൂടി കിടന്ന് എനിക്കൊരു സമാധാനക്കേടാണ്. അപ്പം ഞാൻ അതെല്ലാം പെൻഡിങ്ങെല്ലാം മാക്സിമം തീർക്കാൻ പറ്റും പോലെ ഇന്ന് തീർത്തെടുക്കണം. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമ്മൾ ചാനലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുടിവെള്ളവും ഉണ്ട്. ഇനിയിപ്പം നമുക്ക് കറികൾ വെച്ചാൽ മതി. അപ്പം കറികൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ? നമുക്കിന്ന് വൻപയറും മത്തനും കൂടി എരിശ്ശേരി ഉണ്ടാക്കാം. നെല്ലിക്ക ചമ്മന്തി അരയ്ക്കാം. പിന്നെ നമുക്ക് അച്ചാറും മാങ്ങ ഉപ്പിലിട്ടതും ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പപ്പടവും കാച്ചിയാൽ മതി കേട്ടോ. പിന്നെ നമ്മളെന്താണ്, തേങ്ങ ഞാനിതാ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഈ വൻപയർ മത്തനൊക്കെ വെന്ത് വരുമ്പോഴേക്കും അത് റെഡിയാകാൻ വേണ്ടി അത് ഫ്രീസറിൽ വെച്ചതായിരുന്നു ചിരകിയിട്ട്. അപ്പം ഇത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പം അത് തണുപ്പൊക്കെ മാറി വരട്ടെ. പിന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം വൻപയർ മത്തൻ എരിശ്ശേരി ഉണ്ടാക്കി നെല്ലിക്ക ചമ്മന്തി അരക്കാം. അപ്പം ആദ്യം വൻപയർ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ മറ്റേ വൻപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് വിസിലടിച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ മത്തൻ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. മത്തൻ ഇത് ഞാൻ അന്ന് സ്റ്റോർ ചെയ്ത് വെച്ചില്ല. നമ്മളൊരു എന്താ പറയുക, സ്റ്റോറേജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചക്കറി എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പം അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചുകൊണ്ട് മത്തനൊന്നും ഇപ്പോൾ 2 ആഴ്ചയായി, ഒരു കുഴപ്പമില്ല, നല്ല മേടിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ മത്തൻ കുറച്ച് മൂത്ത മത്തനാന്ന് തോന്നുന്നു, അതിന് തൊലിക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നല്ലോണം സ്റ്റോർ ചെയ്ത് തുടച്ച് നല്ല സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കേടുകൂടാതിരിക്കും. മത്തനും ക്യാരറ്റും ഒക്കെ അല്ലെങ്കിൽ എന്ത് പെട്ടെന്ന് ചീഞ്ഞു. ഇത് നല്ല എല്ലാ പച്ചക്കറികളും 2ാമത്തെ ആഴ്ചയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ മത്തനെല്ലാം ഒന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. കുക്കറിൽ നമ്മൾ വിസിലടുപ്പിച്ച് വൻപയറുടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മത്തൻ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറികളൊക്കെ പെട്ടെന്ന് തന്നെ വെക്കാം. ഉച്ചയാവാനായി തുടങ്ങിയപ്പോൾ നമുക്ക് ചെറിയ മോളെ കൊണ്ടുപോകാൻ പോകാനുള്ളതുകൊണ്ട് വേഗം കറികളുടെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം. അപ്പം ഞാൻ മത്തനെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് നമുക്ക് എല്ലാം പൊടികളും പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ മത്തന് വൻപയറിന് എരിശ്ശേരിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് മത്തനെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വിഷമൊക്കെ പോകാൻ വേണ്ടി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ പച്ചക്കറികളും നമ്മൾ അങ്ങനെ വിഷം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാം നല്ലതായിട്ടിരിക്കുള്ളൂ. അപ്പം ഞാൻ മത്തനെല്ലാം അല്ലെങ്കിൽ വിഷം പോവാതെ ഒരു പച്ചക്കറിയും നമ്മൾ എടുക്കരുത്. കാരണം നല്ല വിഷം അടിച്ചിട്ടാണ് പച്ചക്കറികളെല്ലാം വരുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി പണികളൊക്കെ തീരുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മൾ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പൊക്കെ ഇട്ടുള്ള വെള്ളത്തിൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പച്ചക്കറിയുടെ ആ സ്റ്റോറേജിൻ്റെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. അപ്പം അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ മത്തനൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിഷമൊക്കെ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്കും വൻപയർ വെന്ത് വന്നോളും. എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി പണികളും ഒക്കെ ചെയ്യണം. ഇന്ന് തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് നമുക്ക് എല്ലാം സ്പീഡിൽ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെ മത്തനൊക്കെ ഞാനിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഞാൻ അപ്പം തന്നെ മാറ്റി വേസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി മത്തൻ നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്കി നമ്മളത് അവിടെ നിരത്തി എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം തിരിച്ചപ്പം തന്നെ നമുക്ക് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാം. അപ്പം ആ പണിയൊക്കെ കഴിയുമല്ലോ. ഞാനിതപ്പം മത്തൻ കട്ട് ചെയ്തത് ഞാൻ ഈ മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, വിഷം പോവാനായിട്ട്. എന്നിട്ട് നമുക്ക് കറി വെക്കാം. അല്ലെങ്കിൽ നല്ല വിഷമാണല്ലോ പച്ചക്കറിയിലൊക്കെ. അപ്പം ഞാനിങ്ങനെ കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് സമയം വെക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ കറികൾക്ക് എടുക്കാറുള്ളത് കേട്ടോ. ഇനി ഇത് നമ്മൾ ചമ്മന്തിക്കുള്ള സാധനങ്ങൾ ഇത് എടുത്ത് വെക്കുന്നുണ്ട്. ഉള്ളിയുണ്ട്, പിന്നെ നെല്ലിക്ക, പച്ചമുളകുണ്ട്. അപ്പം നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തോ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഉച്ചക്കത്തേക്ക് വൻപയർ മത്തൻ എരിശ്ശേരി അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്നും പോയി കാണണേ. പിന്നെ നെല്ലിക്ക ചമ്മന്തി ആയിരുന്നു ഉണ്ടാക്കിയത്, അതും ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇത് നെല്ലിക്ക ചമ്മന്തി വൻപയർ മത്തൻ എരിശ്ശേരി ആയിരുന്നു ഉച്ചക്കത്തേക്ക്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോളെ കൂട്ടാൻ പോയി. മോളെ കൂട്ടിയിട്ട് ഓട്ടോയിലാണ് തിരിച്ച് വരുന്നത്. അപ്പം ഞാനും മോളും കൂടെ ഓട്ടോയിൽ തിരിച്ച് വരുന്നുണ്ട്. 1 മണിയാകുമ്പോഴത്തേക്കും മോളെ കൊണ്ടുവരാൻ പോകണം. മോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം. ആക്കിയിട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇനി 2 സ്ഥലത്ത് പോകണം. അപ്പം നമ്മൾ ഓപ്പൺ ഹൗസിന് പോയി കേട്ടോ. വലിയ മോളുടെ ഓപ്പൺ ഹൗസിന് പോയി, അതായത് സ്കൂളിൽ മീറ്റിങ്ങിന് പോയി. ചേട്ടൻ്റെ അടുത്ത് മോളെ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പോയി വന്നപ്പോഴത്തേക്കും ചേട്ടൻ പഴംപൊരിയും സമൂസയും അതുപോലെ ജ്യൂസ് കണ്ടില്ല, അത് കരിമ്പിൻ ജ്യൂസാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കരിമ്പിൻ ജ്യൂസൊക്കെ അതൊക്കെ കുടിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോകണമെന്ന് പറയുന്നില്ല, അത് കുടുംബശ്രീക്കായിരുന്നു കേട്ടോ പോകാനുള്ളത്. അതൊക്കെ പോയി വന്നു. പിന്നെ നമ്മൾ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടു, കുറച്ച് മുറ്റത്തും വിരിച്ചിട്ടു. പിന്നെ ഇതാ കുറച്ച് മെഷീനിലിട്ടത് മറ്റേ കൈകൊണ്ട് കഴുകിയതാണ് കേട്ടോ. നല്ല ഡ്രസ്സാണ് നമ്മൾ മുറ്റത്ത് വിരിച്ചിട്ടേക്കുന്ന അഴയിൽ. പിന്നെ ഇത് മെഷീനിലിട്ട തുണികളാണ്, വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ. അതൊക്കെ ഞാൻ മെഷീനിലിടും. നല്ല ഡ്രസ്സൊക്കെ കൈകൊണ്ട് കഴുകാണ് കേട്ടോ ചെയ്യാറ്. ഇത് നമുക്ക് വീടിൻ്റെ മുകളിൽ പോയി കൊണ്ട് വിരിച്ചിടണേ. അപ്പം കുറേ സ്റ്റെപ്പുണ്ട്. അപ്പം ഞാനൊരു ചെരുവത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയിട്ട് നമുക്കവിടെ വിരിച്ചിടാം കേട്ടോ. സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോഴേക്കും തുണി ആകുമ്പോൾ കനമാണല്ലോ, മടുക്കും. എന്നിട്ട് ഞാൻ പിന്നെ അത് അവിടെ വെച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ട് വിരിച്ചിട്ടു. എന്താണെന്ന് വെച്ചാൽ വെയിലായതുകൊണ്ട് വിരിച്ചിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വീടിൻ്റെ മുകളിൽ ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞാനത് വിരിച്ചിട്ടു. നല്ല വിരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞാനത് വീഡിയോ കാണിച്ചത് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങും, പക്ഷേ ഭയങ്കര വെയിലാണ്. നമ്മളവിടെ വിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് പോയി വിരിച്ചിടുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. പോകാനുള്ള 3 കാര്യങ്ങളും പോയി. പിന്നെ നമ്മുടെ അലക്കൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു.
പിന്നെ നമ്മൾ മോളെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ 2 സ്ഥലത്ത് പോകാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വേറെ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്ന് വലിയ മോളുടെ ഓപ്പൺ ഹൗസ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കുടുംബശ്രീക്കായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം പോയി. പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ എല്ലാ കാര്യം ചെയ്യാൻ പറ്റി. നമ്മൾ വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഓടി നടന്ന് നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ആണല്ലേ. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും ഒരു ദിവസം. നമ്മൾ തളരാതെ എല്ലാം ചെയ്യാന്നുള്ളത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കടമയാണ്. നമ്മൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ എല്ലാം താളം തെറ്റും. അപ്പം നമ്മൾ തളരാതെ എല്ലാം ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. നമുക്ക് പല പല കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. കുട്ടികളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, വീട്ടു ജോലികൾ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോവാണ്ടെങ്കിലൊക്കെ പോകണം. അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാം ഒട്ടുമിക്ക അമ്മമാരും ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ. എല്ലാ ദിവസവും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.